ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 7 മണി കഴിഞ്ഞ് നല്ല സെറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. അതുകൊണ്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട് ഇനി ആണെങ്കിലെന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നലെ ഉറങ്ങിയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കുറച്ചെടുക്കുന്നത്. അനുഭവങ്ങളെന്ന് വെച്ചാൽ അവിടെ കുറേ 2 കുടിയന്മാരുണ്ട്. എന്ന് വെച്ചാൽ അച്ഛൻ്റെ 2 കൂട്ടുകാരന്മാർ. അവരെ കാര്യം അയ്യോ കുറേ അനുഭവിച്ച കേട്ടോ. കുറേ പാടുപെട്ട് പാത്രം കഴുകലും ഞാനാണ് കേട്ടോ അന്ന് ചായ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഞാനാണ് എന്നും അവിടെ പോയതിന് ശേഷം ഞാനാണ് കട്ടൻ ചായ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പാത്രം കഴുകി കൊടുക്കണം. നോക്കുക, അവരെ പാത്രം കൊണ്ട് നമ്മൾ കഴുകണം. ആ അവസ്ഥ കളിപടിയന്മാരെ കൂടെ കേട്ടാ. അച്ഛൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. ഒന്ന് രജീഷും ഒന്ന് സുബീഷും. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ദിവസം കഴിഞ്ഞുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് 4-ാം ദിവസമായി. 4 ദിവസം ഇന്നലെ വന്നതാണ് കേട്ടോ. 1 ദിവസമായി വന്നിട്ട്. ഒരു ദിവസം അതന്നെ ഇന്നലെ വന്ന് ഇന്നലെ വന്നു കേട്ടോ. 2 ദിവസം അവിടെ തങ്ങിയിട്ട് ഉച്ചയ്ക്ക് അതിനുശേഷം പിറ്റേന്ന് ഡേ 3 ആയപ്പോഴത്തേക്കും തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടിച്ചത്. ബാക്ക് ടു ഹോം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ. പൊടിയൊക്കെ അടിച്ച് സ്നോ ഫീലൊക്കെ ഉള്ളതുകൊണ്ടാണ്, പൊടിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്നോ ഫീൽ ഉള്ളതിനാൽ പൊടി അടിച്ചുകൂടാ. അത് അവർ മനസ്സിലാക്കാതെയാണ് അവർ പെരുമാറിയതും. ഞാൻ വ്ളോഗറാണെന്നുള്ള കാര്യം രഞ്ജിഷൻ എന്ന് പറയുന്ന ആൾക്കാരനോടായിരുന്നു അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ വ്ളോഗ് എടുക്കുന്നത് കാണുമ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല, കാണുമ്പൊന്നും അങ്ങനെ പറയത്തൊന്നുമില്ല. അപ്പം ചേച്ചിനൊക്കെ ഇപ്പോൾ വരും. ഇപ്പോൾ പുതിയൊരു ഗെയിം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കളിച്ചത് സൂപ്പർ ഗെയിം ആയിട്ട് ബസ് സിമുലേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഗെയിം വന്നിട്ട് അപ്ലോഡായിട്ടുണ്ട്. അത് നിങ്ങൾ കളിച്ച് നോക്കുക. അതാണ് കിടിലം, അതാണ് സൂപ്പർ. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയായിട്ട് നിങ്ങൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിലോ. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയെക്കാളും നല്ല മാപ്പ് ഇതാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയെ പോലത്തെ വേറൊരു ഇത്. പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഫേക്കല്ല പറയുന്നത്, ഉള്ളതാണ്. നിങ്ങളത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മാപ്പാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള അപ്ഡേറ്റ്സൊക്കെ ഇനി പിറകെ വരും. അപ്പം ഞാൻ ഇതും കൂടെ പറയാമെന്ന് വിചാരിച്ചേട്ടാ. ആൻഡ് ഗെയിം ബസ് സിമുലേറ്റർ ഇന്ത്യ ഗെയിം എക്സ്പീരിയൻസ് ആൻഡ് അന്ന് പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു അപ്ഡേറ്റും കൂടെ വരുന്നുണ്ട്. ബസ് മാസ്റ്റേഴ്സിൻ്റെ ട്രക്ക് മാസ്റ്റേഴ്സിൻ്റെ ബസ് മാസ്റ്റേഴ്സിൻ്റെ ഗെയിം വന്നിട്ടുണ്ട്. ഒരെണ്ണം ലോറി ഗെയിമും ഒരെണ്ണം ബസ് ഗെയിമുമാണ്. ബസ് ഗെയിമിൻ്റെത് വന്നില്ല, ലോറി ഗെയിമിൻ്റെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അതും കളിച്ച് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കാതെ മറ്റേ ബസ് സിമുലേറ്റർ ഇന്ത്യ കളിച്ച് നോക്കുക. അപ്പം ബസ് സിമുലേറ്റർ ഇന്ത്യ പിന്നെ ഈ ട്രക്കിൻ്റെ ഇതില്ലേ, ട്രക്ക് മാസ്റ്റേഴ്സിൻ്റെ അത് അടിച്ച് നോക്കുമ്പോൾ കിട്ടും കേട്ടോ. ട്രക്കിൻ്റെ പടം കൊടുത്തിട്ടുള്ള. അപ്പോൾ അതും കളിച്ച് നോക്കുക. നല്ല ഗെയിമാണ്. നിങ്ങൾ കളിച്ച് നോക്കിയാൽ നല്ല കിടിലമായിരിക്കും. ഈ യഥാർത്ഥത പോലെ നിങ്ങൾ മാപ്പിൽ നോക്കുമ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ബസ് സിമുലേറ്റർ ഇന്ത്യയുടെ മാപ്പ് എടുക്കുമ്പോൾ നമ്മൾ അഹമ്മദാബാദ് നമ്മൾ കൊച്ചി എടുക്കുകയാണെങ്കിൽ കൊച്ചി ബസ് സ്റ്റാൻഡ് നമ്മൾ യഥാർത്ഥ കൊച്ചി ബസ് സ്റ്റാൻഡ് നോക്കണം. നേരെ നോക്കണ്ട. ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പിൽ നമ്മൾ കൊച്ചി എടുത്തിട്ട് നോക്കണം. അപ്പോൾ കറക്റ്റ് അത് റിയലും ഇത് റിയൽ ലൈഫ്, മറ്റത് വേറെയാണ്. ഗെയിമിൽ കാണുന്നത് വേറെയും ഇതിൽ കാണുന്നത് വേറെ ഗ്രാഫിക്സാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഒരേപോലെയാണ് കാണപ്പെടുന്നത്, പക്ഷേ ഗ്രാഫിക്സ് എല്ലാം വേറെയാണ്. ഗെയിമിൻ്റെ ഗ്രാഫിക്സ് വേറെ, നമ്മൾ ഇവിടെ കാണില്ലേ ഗ്രാഫിക്സ്, നമ്മളല്ലാതെ കാണുന്ന ഗ്രാഫിക്സ് ഉണ്ട്, റിയലായിട്ട് കാണുന്ന ഗ്രാഫിക്സൊക്കെ പോലെയാണ് നമ്മൾ ഗെയിമിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പറാണ്.
കിടിലായിട്ടുണ്ടായിരുന്നു. അപ്പം സൂപ്പർ കേട്ടാ. അടുത്തിടയിൽ കുറച്ച് മുട്ടായൊക്കെ ഇരിപ്പുണ്ട്, സെറ്റാണ്. പിന്നെ വീഡിയോ കണ്ടു നമ്മൾ ഈ വീഡിയോ ഇടാൻ പോവുകയാണ്. സിമുലേറ്റർ ഇന്ത്യയുടെ സൂപ്പറാണ്, കളിച്ച് നോക്കുക. പിന്നെ മറ്റേത് ഞാൻ പറഞ്ഞില്ല ട്രക്കിൻ്റെ, അത് കളിച്ച് നോക്കുക. പിന്നെ അവിടുത്തെ കാര്യമൊന്നും പറയാനില്ല, കള്ളുപിടിയും കഞ്ചാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഫോണേയും വിളിക്കണ്ട, സുബീഷാമിനെ പോലുള്ള ആരെയും വിളിക്കണ്ട, ജോലിക്കും പോകണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് പഠിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടാ. ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നാളെ മറ്റന്നാൾ പോയി നോക്കണം. അപ്പം നാളെ അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ട് മറ്റന്നാൾ നമുക്ക് ഒന്ന് ഇംഗ്ലീഷിൻ്റെ ഒരു സംഭവം നോക്കാൻ വേണ്ടി പോകാം. 9-ാം തീയതിയാണ് കേട്ടോ ഇവിടെ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ അതിന് കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. നാളെ ഞാൻ പറയാം. നാളെ ചിലപ്പോൾ അമ്മാമ്മയുടെ വീട്ടിൽ പോയി ഇടാം, അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ലൈവ് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയും എടുക്കുന്നുള്ളൂ, കൂടുതൽ ലെന്ത് കൂട്ടുന്നില്ല. അതായത് കുറച്ചൊക്കെ കണ്ടിട്ട് മതിയാക്കും. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ മൈൻഡ് ചെയ്യുന്ന അവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.